പ്രിയങ്കരനായ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് കാലത്ത് 10 മണിക്ക് ആരംഭിച്ച ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുവാനുള്ളത്. പ്രിയങ്കരനായ ഈ സമരത്തിന്റെ നായകനെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന് പ്രിയങ്കരനായ CP മുഹമ്മദ് XMLA അവർ, പ്രിയങ്കരനായ മുൻ MLA KA ചന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സമരത്തിന്റെ ഉദ്ഘാടകൻ 5 മിനിറ്റിനകം ഇവിടെ എത്തിച്ചേരും. ഈ സമരത്തിന് ഔപചാരികമായി സ്വാഗതം പറയുന്നതിന് വേണ്ടി സംസ്ഥാന KMC കമ്മിറ്റിയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി അനൂപീട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ ഈ ഉപവാസ സമരത്തിന്റെ അധ്യക്ഷൻ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ ജയഘോഷ്, ഈ ഉപവാസ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാനെത്തുന്ന നമ്മുടെ പ്രിയങ്കരനായ MP, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ K മുരളീധരൻ അവർ, അതുപോലെ തന്നെ ഈ ഉപവാസ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന കേരള വിദ്യാർത്ഥി യൂണിയന്റെ സമരനായകൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ KM അഭിജിത്ത്, അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ അറിയിക്കുവാൻ എത്തിച്ചേർത്തിരിക്കുന്ന CP മുഹമ്മദ് XMLA അവർ, KA ചന്ദ്രൻ XMLA അവർ, SK ആനന്ദകൃഷ്ണൻ DCC ജനറൽ സെക്രട്ടറി, KG എൽദോ DCC ജനറൽ സെക്രട്ടറി, കളത്തിൽ കൃഷ്ണൻകുട്ടി അവർ, വിജയ് ഹൃദയരാജ്, വിനോദേട്ടൻ, അതുപോലെ തന്നെ KSUവിന്റെ സംസ്ഥാന ഭാരവാഹികളായ ശ്രീ സുബിൻ മാത്യു, PH അസ്ലം, അഭിരാം, മറ്റ് കേരള വിദ്യാർത്ഥി യൂണിയന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ, മറ്റ് പ്രിയപ്പെട്ട വിദ്യാർത്ഥി യൂണിയന്റെയും കോൺഗ്രസിന്റെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വലിയൊരു
വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ സമരനായകൻ ശ്രീ KM അഭിജിത്ത് ഇവിടെ ഈ ഉപവാസ സമരത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നത്. എന്റെ ഓരോ തുള്ളിച്ചോരയും ഈ രാജ്യത്തിന് ശക്തി പകരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ശ്രീ ഇന്ദിരാ പ്രിയദർശിനിയുടെ ഈ ഓർമ്മ ദിനത്തിൽ ഉപവാസം എടുത്തുകൊണ്ടാണ് കേരളത്തിന്റെ വിദ്യാർത്ഥി നായകൻ ഈ സമരവുമായി മുന്നോട്ട് കടന്നു പോകുന്നത്. നമുക്കറിയാം, ഈ സമരവുമായി കേരള വിദ്യാർത്ഥി യൂണിയൻ തുടക്കം മുതലേ മുന്നോട്ട് കടന്നു പോവുകയാണ്. ഈ വിഷയമുണ്ടായപ്പോൾ മുതൽ, ഈ വിഷയത്തിന്റെ തുടക്കം മുതൽ ഇതിലെ കുറ്റവാളികളെ ഈ ഇടതുപക്ഷ സർക്കാർ, ഇടതുപക്ഷ നേതൃത്വം സംരക്ഷിക്കാൻ തുടങ്ങുന്ന കാലം തൊട്ടേ കേരള വിദ്യാർത്ഥി യൂണിയൻ അതിന്റെ കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് സമരം ആരംഭിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സമരം തുടങ്ങുമ്പോൾ തന്നെ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. കേരള വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറയുന്നത് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, നീതിക്കായുള്ള പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ച ഒരു പ്രസ്ഥാനമാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ. കേരള വിദ്യാർത്ഥി യൂണിയൻ ഏറ്റെടുത്ത സമരങ്ങളെല്ലാം അതിന്റെ ലക്ഷ്യം കണ്ടുകൊണ്ട് മാത്രമേ അവസാനിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വാളയാറിലെ ജനാധിപത്യ വിശ്വാസികളെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും സാക്ഷ്യം നിർത്തിക്കൊണ്ട് പറയട്ടെ, കേരള വിദ്യാർത്ഥി യൂണിയന്റെ സമരനായകൻ KM അഭിജിത്ത് ഏറ്റെടുത്തിരിക്കുന്ന ഈ സമരത്തിൽ ഇതിന്റെ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതുവരെ ഈ സമരം മുന്നോട്ട് പോകും. ഈ സമരത്തിന്റെ പര്യവസാനം എന്ന് പറയുന്നത് ഈ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതായിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊരു മൂന്നാം ഘട്ട സമരവുമായിട്ടാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ നിന്ന് ആരംഭിച്ച വലിയൊരു ലോങ് മാർച്ച് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് ജയഘോഷിന്റെയും അതുപോലെ തന്നെ KSC പ്രസിഡന്റ് ശ്രീ KM അഭിജിത്തിന്റെയും നേതൃത്വത്തിൽ നമ്മൾ ഇവിടെ നിന്ന് നടത്തി. അതുപോലെ തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കുകയടക്കം ഒട്ടേറെ കാര്യങ്ങൾ നടത്തുമ്പോഴും സെക്രട്ടേറിയറ്റിലേക്ക് വിദ്യാർത്ഥി യൂണിയന്റെ അടക്കം മാർച്ചുകൾ, ശക്തമായ മാർച്ചുകൾ നമ്മൾ നടത്തുകയുണ്ടായി. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ടത്, ഈ കേസ് ഒരു പുറത്തു നിന്നുള്ള ഏജൻസി അന്വേഷിക്കണം, ഒരു CBI അന്വേഷണം ഇതിൽ നടത്തണം, ഇതിൽ സംരക്ഷിക്കപ്പെടുന്ന കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം, ഈ പിഞ്ചോമനകൾക്ക് നീതി ലഭിക്കണം. ഇതായിരുന്നു കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഇപ്പോഴത്തെയും ആവശ്യം. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ആ സമരത്തെ അടിച്ചമർത്തുവാൻ ഈ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒട്ടനവധി ക്രൂരമർദ്ദനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ നായകൻ ശ്രീ KM അഭിജിത്ത് ഈ സമരത്തെ ഇപ്പോഴും കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശ്രീ KM അഭിജിത്ത് അടക്കമുള്ള വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് ആ സമരത്തിൽ ഒട്ടേറെ പരിക്കുകൾ ഏൽക്കുകയും ഒട്ടേറെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഈ സമരത്തിന്റെ ഉടനീളം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. പോലീസിനെ ഉപയോഗിച്ച്, ലാത്തിയും ജലപീരങ്കിയും ഗ്രനേഡും ഉപയോഗിച്ച് ഈ സമരത്തെ പലപ്പോഴായി അടിച്ചമർത്താൻ നോക്കിയപ്പോഴും ഈ സമരത്തെ മുന്നിൽ നിന്ന് പതറാതെ, ശബ്ദമിടറാതെ, മുട്ടുവളയ്ക്കാതെ, നടുവയ്ക്കാതെ ഈ സമരത്തെ മുന്നോട്ട് നയിച്ചവനാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ സമരനായകൻ KM അഭിജിത്ത്. ഈ വിഷയങ്ങൾ മാത്രമല്ല, പല ജനാധിപത്യ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സമരവുമായി മുന്നോട്ട് കടന്നു പോവുകയാണ് കേരള വിദ്യാർത്ഥി യൂണിയനും പ്രിയപ്പെട്ട പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾ. ഈ സമരങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിൽ ഏറ്റവും മനസ്സാക്ഷിത്വപരമായി, അല്ലെങ്കിൽ മനസ്സിൽ തട്ടിക്കൊണ്ട് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്ത ഒരു സമരമായിരുന്നു ഈ കൊച്ചനുജത്തിമാരുടെ ഈ കിരാതമായ മരണത്തിന് ഉത്തരവാദികളായ പ്രതികളെ പിടിക്കണമെന്നുള്ളത്. നമുക്കറിയാം, ഇടതുപക്ഷ സർക്കാരിന്റെ വ്യക്തമായ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 3 വർഷക്കാലത്തിന് ശേഷവും ഈ പ്രതികൾ ഇന്ന് ഈ നാട്ടിൽ വിലസിക്കൊണ്ടിരിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ, അവരുടെ ആളുകളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരു കാരണവശാലും ഇടതുപക്ഷ നേതാക്കൾ പ്രതിയായ, ഇടതുപക്ഷ നേതാക്കൾക്ക് പങ്കുള്ള, ഇടതുപക്ഷ നേതാക്കൾ സംരക്ഷിക്കുന്ന ഒരു പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരവുമായി മുന്നോട്ട് കടന്നു വരുന്നത്. എത്രയും സ്നേഹം നിറഞ്ഞ ഈ ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടകൻ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ മുൻ KPCCയുടെ അമരക്കാരനുമായിരുന്ന, ഇപ്പോഴത്തെ വടകര MP കൂടിയായ, KSUവിനെ എക്കാലത്തും കരുതലോടെ താങ്കളോടെ കരുതി നിർത്തുന്ന പ്രിയങ്കരനായ ശ്രീ K മുരളീധരൻ അവരുടെ ഈ ഉപവാസ സമരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നതുപോലെ വലിയ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് KSU സമരമായി മുന്നോട്ട് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട നേതാക്കന്മാർ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് വെറും 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനായ ചെറുപ്പക്കാരനെ വളരെ മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ അതിലെ പ്രതികളെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഒരു CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കോടതിയെ സമീപിച്ചപ്പോൾ അവിടെ പുറത്തുനിന്ന് അഭിഭാഷകനെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ മുടക്കി ഏകദേശം 88 ലക്ഷം രൂപയോളം പുറത്തുനിന്ന് കൊണ്ടുവന്ന അഭിഭാഷകന് ഫീസായി നൽകിക്കൊണ്ട് ആ ചെറുപ്പക്കാരന്റെ നീതിയെ നിഷേധിച്ചുകൊണ്ട് പൊതുഖജനാവിൽ നിന്ന് പൈസ മുടക്കിയ സർക്കാർ ഈ പാവപ്പെട്ട പിഞ്ചു ബാലികമാർക്ക് ഒരു അഭിഭാഷകനെ വെക്കുവാനുള്ള നടപടി പോലും സ്വീകരിക്കാത്ത ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, ഈ സംഭവം നടക്കുമ്പോൾ മുതൽ കുറ്റവാളികളെ രാജ്യരാമാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടത് വന്നതടക്കം ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കളുടെ ഒത്താശയോടുകൂടിയാണ്. അവിടെ നിന്ന് തുടങ്ങിയ ഈ ദുരൂഹമായ ഇടതുപക്ഷ സർക്കാരിന്റെ, ഇടതുപക്ഷ നേതാക്കളുടെ ഇടപെടലുകൾ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഒരു CBI അന്വേഷണമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അങ്ങനെ CBI അന്വേഷണം ആവശ്യപ്പെട്ട കേസുകളിലെല്ലാം ഏകദേശം 4.25 കോടിയോളം രൂപ ചെലവാക്കിക്കൊണ്ട് പുറത്തുനിന്ന് അഭിഭാഷകരെ കൊണ്ടുവരുന്ന ഈ ഇടതുപക്ഷ സർക്കാരിന് തൽക്കാലം ഒരു അഭിഭാഷകനെ വെക്കുവാൻ പോലും, ഈ പിഞ്ചു കുട്ടികൾക്ക് വേണ്ടി തൽക്കാലം ഒരു അഭിഭാഷകനെ വെക്കുവാൻ പോലും സാധിച്ചില്ല എന്നുള്ളത് ഇതിലെ ഏറ്റവും വലിയ കൊള്ളരുതായ്മയും ഇതിന്റെ പ്രതികൾക്കുള്ള കൂട്ടുനിൽപ്പുമാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. കോടതി അടക്കം പരാമർശിച്ചു കഴിഞ്ഞിരുന്നു. ഇതിൽ ബലാത്സംഗം നടന്നിട്ടുണ്ട്, കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് കോടതി പറയുമ്പോൾ പോലും അത് തെളിയിക്കുവാൻ ഇവിടെ സർക്കാരിന് സാധിക്കുന്നില്ല. കാരണം അത് സാധിക്കാത്തത് കൊണ്ടല്ല, അത് സംരക്ഷണമാണ്. ഇതിൽ പങ്കാളികളായ ഇടതുപക്ഷ നേതാക്കളെയും ഇടതുപക്ഷ സർക്കാരിനെ പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഒറ്റ തീരുമാനമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾ ഏത് കേസിലും, കള്ളക്കടത്ത് കേസിലും അഴിമതി കേസിലും നിങ്ങളുടെ ആളുകളെ സംരക്ഷിക്കുന്നത് പോലെ ഈ പിഞ്ചോമനകളുടെ കേസിൽ നിങ്ങൾ ഈ കൊലപാതകളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ പൊതുസമൂഹം, ഈ കേരളത്തിലെ പൊതുസമൂഹം ഇടതുപക്ഷ സർക്കാരിനും മാപ്പ് തരില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് ഒരു കൃത്യമായ തീരുമാനം ഉണ്ടാകുന്നത് വരെ കേരള വിദ്യാർത്ഥി യൂണിയൻ ഏറ്റെടുത്ത ഏത് സമരങ്ങൾ വിജയിപ്പിച്ചുവോ ആ സമരങ്ങൾ വിജയിപ്പിച്ചതുപോലെ തന്നെ ഏറ്റെടുത്ത ഈ വാളയാറിലെ പിഞ്ചോമനകളുടെ വേണ്ടിയിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ സമരം വിജയിക്കും വരെ ഈ കേരള വിദ്യാർത്ഥി യൂണിയന്റെ അമരക്കാരൻ
ശ്രീ കെ എം അഭിജിത്ത് അടക്കമുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ സമരവുമായി മുന്നോട്ട് പോകും. ഇതിന്റെ അന്തിമമായ ഒറ്റ ലക്ഷ്യം നീതിക്കായി ഈ പിഞ്ചോമനകളുടെ നീതി ലഭിക്കും വരെ ഈ സമരം മുന്നോട്ട് കടന്നു പോകുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കട്ടെ. എന്റെ കടമ എന്ന് പറയുന്നത് ഈ യോഗത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ സമരം മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും അതുപോലെ തന്നെ ആദ്യമേ മുതൽ ഈ സമരം ടേക്കപ്പ് ചെയ്ത് UDF-ഉം കോൺഗ്രസും അതുപോലെ തന്നെ കേരള വിദ്യാർത്ഥി യൂണിയനും എല്ലാം ഈ സമരത്തെ ഏറ്റെടുത്ത് ആദ്യം മുതൽക്കേ ഇതിനൊപ്പം നിൽക്കുമ്പോൾ ഈ സമരത്തെ മറ്റുള്ള പരിപാടികളിലെ ഏത് സംഘടനാ മികവോടുകൂടിയും ഈ പരിപാടി നടത്തുന്നത് പോലെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടുള്ള എല്ലാ സംഘടനാ മികവുകളും കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ഈ പിഞ്ചോമനകളുടെ നീതിക്ക് വേണ്ടിയിട്ട് സമരങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിന്ന പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ്, ഈ ഉപവാസ സമരത്തിന്റെ അധ്യക്ഷൻ എത്രയും ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്ത് KS ജയഘോഷിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ തന്റെ വാക്കുകൾക്ക് മൂർച്ചേറിയ വാക്കുകൾ കൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെയും ഇടതുപക്ഷ നേതാക്കന്മാരെയും എപ്പോഴും വിമർശിച്ചിട്ടുള്ള തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷനും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വകാര്യ അഹങ്കാരവുമായ പ്രിയപ്പെട്ട MP ശ്രീ K മുരളീധരനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഉപവാസ സമരം ആരംഭിച്ച പ്രിയപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഞാൻ ഏറെ വാക്കുകൾ അദ്ദേഹത്തെ പറ്റി പറയേണ്ടതില്ല. ഈ സമരവും ഈ കണ്ട സമരങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ മാത്രം അവകാശത്തിൽപ്പെട്ട ഒരു സമരങ്ങളായിരുന്നു. പലപ്പോഴും വിദ്യാർത്ഥി സമരങ്ങൾ മാത്രമല്ലാതെ പൊതുസമൂഹം അനുഭവിക്കേണ്ടി വരുന്ന, ജനാധിപത്യ സമൂഹം അനുഭവിക്കേണ്ടി വരുന്ന പല തിക്താനുഭവങ്ങളും ഇടതുപക്ഷ സർക്കാരിൽ നിന്നുണ്ടായപ്പോൾ ഒരു പ്രതിപക്ഷം പോലെ 3 വർഷക്കാലത്തോളമായി ഈ കേരള വിദ്യാർത്ഥി യൂണിയന്റെ അമരക്കാരനായി നിന്നുകൊണ്ട് നിരവധി സമരങ്ങളിൽ അടിവാങ്ങിക്കൊണ്ട് നിരവധി സമരങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് സമരത്തിന്റെ ലക്ഷ്യം പൂർണ്ണമാകുന്നത് വരെ, ഏതൊരു സമരവും നേട്ടം കൈവരിക്കുന്നത് വരെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ സമരനായകനെ ഈ ഉപവാസ സമരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഒട്ടനവധി നേതാക്കന്മാർ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഈ സമരത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നതിന് വേണ്ടി, ഈ കുട്ടികളുടെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതിന് വേണ്ടി 2 വാക്ക് സംസാരിച്ചുകൊണ്ട് ഈ കുട്ടികളുടെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. KPCC വൈസ് പ്രസിഡന്റ് കൂടിയായ CP മുഹമ്മദ് XMLA, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ KA ചന്ദ്രൻ XMLA, അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ SK ആനന്ദകൃഷ്ണൻ അവർ, DCC ജനറൽ സെക്രട്ടറിമാരായ KPCC സെക്രട്ടറിമാരായ P ബാലഗോപാൽ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ KPCC സെക്രട്ടറിയായ ശ്രീ PV രാജേശ്വരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ DCCയുടെ ജനറൽ സെക്രട്ടറിമാരായ KG എൽദോ, KC പ്രേം, വിജയ് ഹൃദയരാജ്, വിനോദ് പോറാട്ട് എന്നിവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന ഭാരവാഹികളായ PH അസ്ലം, സുബിൻ മാത്യു, അഭിരാം, അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ്, സംസ്ഥാന ഭാരവാഹിയായ റംഷാദ് എന്നിവരെ ഒറ്റവാക്കി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ നീതിക്കായുള്ള പോരാട്ടത്തിൽ ഈ ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന മറ്റ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, അതുപോലെ തന്നെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, വിട്ടുപോയിട്ടുള്ള എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
ഏറെ ബഹുമാനനായ ഈ സമരത്തിൻ്റെ ഉദ്ഘാടനം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷനും എംപിയുമായ കെ മുരളീധരൻ അവർ, ഈ സമരത്തിൻ്റെ നായകൻ സംസ്ഥാന ദേശീയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയങ്കനായ കെ എം അഭിജിത്ത് അവർ, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കനായ ഉപാധ്യക്ഷൻ പട്ടാമ്പിയുടെ മുൻ MLA കൂടിയായ CP മുഹമ്മദ് അവർ, മുൻ MLA പ്രിയങ്കനായ കെ എ ചന്ദ്രേട്ടൻ, KPCCയുടെ പ്രിയങ്കനായ സെക്രട്ടറിമാർ പ്രിയങ്കനായ ബാലേട്ടൻ, രാജേഷേട്ടൻ, സംസ്ഥാന ദേശീയ കമ്മിറ്റിയുടെ ഭാരവാഹികൾ പ്രിയങ്കനായ റംഷാഖ, അഭിരാം, അസ്ലാം, അനൂപിട്ടൻ, സുബിൻ മാത്യു, മലപ്പുറം ജില്ലാ ദേശീയ കമ്മിറ്റിയുടെ പ്രിയങ്കനായ പ്രസിഡന്റ് ഹാരിസ് ഉൾപ്പെടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ പ്രിയങ്കനായ കളത്തിൽ കൃഷ്ണൻകുട്ടിയേട്ടൻ, SK അനന്തകൃഷ്ണേട്ടൻ, KG എൽദോട്ടൻ, KC പ്രീതേട്ടൻ ഉൾപ്പെടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കനായ പ്രസിഡന്റ് ഹൃദയരാജേട്ടൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കേരള വിദ്യാർത്ഥി യൂണിയന്റെയും നേതാക്കളെ, അതിനേക്കാളെല്ലാം ഉപരി കാലത്ത് 10 മണിക്ക് ഒരു വെയിലിനെയും വകവയ്ക്കാതെ ഈ സമരത്തിന്റെ ഭാഗമാകുവാൻ വേണ്ടി കടന്നു വന്ന പ്രിയങ്കരായ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പാലക്കാട്ടെ ഊർജ്ജസ്വലരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. കൃത്യം 1 വർഷം മുമ്പ് ഈ പ്രദേശത്ത് ഇതുപോലൊരു പൊതുയോഗം, ഒരു മാർച്ചിന്റെ ഉദ്ഘാടനം ഇതേ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ നടത്തുകയുണ്ടായി. പ്രിയങ്കനായ കോഴിക്കോടിന്റെ MP രാഘവേട്ടന്റെ കയ്യിൽ നിന്നും സംസ്ഥാന ദേശീയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് KM അഭിജിത്ത് അവർ ഒരു പതാക സ്വീകരിച്ചുകൊണ്ട് അങ്ങ് പാലക്കാട്ടേക്ക് നീണ്ട 21 കിലോമീറ്റർ ദൂരം ഒരു വെയിലിനെയും വകവയ്ക്കാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ അകമ്പടിയോടുകൂടി ഞങ്ങളൊരു ലോങ് മാർച്ച് നടത്തി. പാലക്കാട്ടെ ജനങ്ങളുടെ, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണ ആ സമരത്തിന് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. കൃത്യം 1 വർഷം പിന്നിടുമ്പോഴും വീണ്ടും അത്തരത്തിലൊരു സമരവുമായി കേരള വിദ്യാർത്ഥി യൂണിയൻ മുൻപോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഈ അട്ടപ്പള്ളത്ത് നിലനിൽക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ ഈ കാലഘട്ടം 2020-ലും അവരെ എല്ലാ അർത്ഥത്തിലും ചൂഷണം ചെയ്ത് കൊന്ന് ഇല്ലാതാക്കുന്ന സമീപനം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പാവങ്ങളുടെ പാർട്ടി, പാവങ്ങളുടെ സർക്കാർ എന്ന് പറഞ്ഞ് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറി 4.5 വർഷം പിന്നിടുമ്പോ എല്ലാം ശരിയാക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അട്ടപ്പള്ളത്തെ 2 പിഞ്ചോമനകളെ ഉൾപ്പെടെ ഇവര് ശരിയാക്കി. പാലക്കാട്ടെ ഒരു MLA-ക്കെതിരെ ഒരു പീഡനാരോപണം വന്നപ്പോ പീഡനത്തിന് കാഠിന്യം പോരാ എന്ന് പാലക്കാട്ടെ CPM വിധിയെഴുതി. അതേ വിധിയെഴുത്താണ് വാളയാറിലെ പിഞ്ചോമനകളുടെ കൊലപാതകത്തിലും CPM-ന്റെ സർക്കാർ ചെയ്യുന്നത്. ഒരു കാര്യം ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, എത്ര സമരം ചെയ്യേണ്ടി വന്നാലും, എത്ര അടികൊള്ളേണ്ടി വന്നാലും, തൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞങ്ങളുടെ സഹോദരിമാരുടെ കൊലപാതകികളെ കണ്ടുപിടിക്കുന്നത് വരെ സമരവുമായി കേരള വിദ്യാർത്ഥി യൂണിയൻ മുൻപോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ ബഹുമാനീയനായ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കനായ മുൻ പ്രസിഡന്റ്, മുൻ MP കൂടിയായ പ്രിയങ്കനായ K മുരളീധരൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, KSUവിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ ജയഘോഷ്, ഇന്ന് ഈ ഉപവാസത്തിന് നേതൃത്വം നൽകുന്ന KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അഭിജിത്ത്, ഈ ഉപവാസത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ചന്ദ്രേട്ടൻ, ശ്രീ CP മുഹമ്മദ്, അതുപോലെ ബാലഗോപാൽ, രാജേഷ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, KSUവിൻ്റെ ഭാരവാഹികളെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, വാളയാറിൽ ഏതാണ്ട് 3 വർഷം മുമ്പ് നടന്ന 2 കുഞ്ഞുങ്ങളുടെ മരണം, ആ മരണത്തിനെ തുടർന്ന് പിന്നീടുണ്ടായ സംഭവവികാസം, അവസാനം നീതി കിട്ടാതെ ആ കുട്ടികളുടെ മാതാവ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ പോലും സമീപിച്ച് അവിടെ നീതി ലഭിക്കാതെ ഇതവരും സ്വന്തം വീട്ടുമുറ്റത്ത് സമരമിരിക്കുകയാണ്. ഈ സംഭവത്തിൽ കേരള നിയമസഭയിൽ
അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ഞാനായി ആദ്യം. സംഭവം കഴിഞ്ഞ് ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, അന്ന് അച്യുതാനന്ദനുണ്ട് സഭയിൽ, അദ്ദേഹം MLA ആണ്. അദ്ദേഹം ഈ സംഭവം നടന്ന ഉടനെ പറഞ്ഞത് പോലീസിന്റെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായി. പ്രതികളെ കണ്ടുപിടിക്കാനോ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനോ പോലീസിന് കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പൊ നിയമസഭയിൽ ഞാൻ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ അച്യുതാനന്ദൻ ഉണ്ടാവും. ഞാൻ ചോദിച്ചു, അങ്ങ് പറഞ്ഞല്ലോ പാലക്കാട് വെച്ച് അങ്ങയുടെ നിയോജകമണ്ഡലത്തിൽ നടന്ന ദാരുണമായ സംഭവത്തിനെ കുറിച്ച് പോലീസിന് ജാഗ്രത കുറവുണ്ടായി എന്നും യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്നും അങ്ങ് പറഞ്ഞല്ലോ. അതിൽ അക്ഷരം പോലും വേണ്ടിയില്ല. കാരണം CP മുഹമ്മദ് ചന്ദ്രേട്ടനൊക്കെ അറിയാം, സാധാരണ നിയമസഭയിൽ അടിയന്തര പ്രമേയം ആര് കൊണ്ടുവന്നാലും, അടിയന്തര പ്രമേയം സാധാരണ പ്രതിപക്ഷമാണോ കൊണ്ടുവരിക, ഏത് നിയോജക മണ്ഡലത്തിലാണോ സംഭവം നടന്നത് ആ നിയോജക മണ്ഡലത്തിന്റെ MLA അദ്ദേഹത്തിന് ഈ സംഭവത്തിനെ കുറിച്ച് വിശദീകരിക്കാൻ സ്പീക്കർ അനുമതി കൊടുത്തു. ഏതായാലും അച്യുതാനന്ദൻ പെർമിഷൻ ചോദിച്ചതുമില്ല, സ്പീക്കർ ഒട്ട് കൊടുത്തില്ല. സ്പീക്കർ കുറ്റം പറഞ്ഞുകൂടാ, കാരണം MLA എഴുതി കൊടുത്ത സ്പീക്കർ വിളിക്കും ഓട്ടോമാറ്റിക്കായി. പക്ഷെ പാലക്കാട് കണ്ട ശൗര്യം അച്യുതാനന്ദന് നിയമസഭയിൽ കണ്ടില്ല. കാരണം പിണറായി ഉണ്ടാവും. മൂന്നാം തൃക്കണ്ണ് എപ്പോഴാണ് തുറക്കുക എന്നുള്ള പേടി അച്യുതാനന്ദനും വന്നതുകൊണ്ട് തൻ്റെ MLA എന്നുള്ള അവകാശം പോലും നിയമസഭയിൽ പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അന്ന് പിണറായി പറഞ്ഞത് സംഭവം ഞങ്ങൾ ഗൗരവത്തിൽ തന്നെ കൈകാര്യം ചെയ്യും, പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ മരണത്തിനെ കുറിച്ച് ശക്തമായിട്ട് അന്വേഷണം നടത്തും, അങ്ങനെ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് ഈ പ്രമേയം ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രമേയത്തിന് അന്ന് അനുമതി നിഷേധിക്കുകയാണ്. പിന്നീട് കഴിഞ്ഞ നിയമസഭയിൽ ശ്രീ ഷാഫി പറമ്പിലും അടിയന്തര പ്രമേയമുണ്ട്. ഒന്നാമത്തെ അടിയന്തര പ്രമേയത്തിൽ നിന്ന് രണ്ടാമത്തെ അടിയന്തര പ്രമേയത്തിലേക്ക് വന്നപ്പോൾ വന്നൊരു പ്രധാന മാറ്റം, പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതിയുടെ ജഡ്ജിമെന്റ്. അതൊരു പ്രധാന ഘടകമാണ്. കാരണം സാധാരണ രീതിയിൽ കേസ് വെറുതെ വിടുമ്പോൾ കോടതി പറയാറ് തെളിവില്ലാത്തതുകൊണ്ട് വെറുതെ വിട്ടില്ല. ഇവിടെ വെറുതെ വിടുമ്പോൾ കോടതി പറഞ്ഞത് പ്രതികളെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എനിക്കത് ആദ്യമായിട്ടായിരിക്കും ഒരു കോടതി ദുഃഖം പ്രകടിപ്പിക്കുന്നത്. അതായത് നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ദൗർബല്യം തുറന്ന് പറഞ്ഞുകൊണ്ടാണ് ജഡ്ജി ഈ പ്രതികളെന്ന് പറയുന്നവരെ വെറുതെ വിടുന്നത്. എന്താ കോടതി പറഞ്ഞത്? ഈ കേസിൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നല്ല പറയുന്നത്, പ്രോസിക്യൂഷൻ വീഴ്ച വരുത്തി. ഈ പരാജയപ്പെട്ടു എന്നുള്ള സ്ഥിരം പറയുന്ന വാചകമാണ്, അതുകൊണ്ടാണ് വെറുതെ വിടുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞത് പ്രോസിക്യൂഷൻ വീഴ്ച വരുത്തിയതാണ്. പിന്നെ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു? വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. ആദ്യം കൈകാര്യം ചെയ്തതിനെ അവരാണ് വെറുതെ വിട്ടത്. ഷാഫിയുടെ അടിയന്തര പ്രമേയത്തിലും പറഞ്ഞ് ഇനി കൈകാര്യം ചെയ്യുന്നു. അതിനിടയ്ക്കാണ് പാർട്ടി ഈ വിഷയം ഏറ്റെടുത്തു. കാരണം പാവപ്പെട്ട 2 ദളിത് പെൺകുട്ടികളാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ KPCC ഈ വിഷയം ഏറ്റെടുക്കുകയും നിങ്ങളുടെ MP കൂടിയായിട്ടുള്ള ശ്രീകണ്ഠനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണിക്കാൻ വേണ്ടി KPCC കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുപോകാൻ തീരുമാനിക്കുമ്പോഴേക്കാണ് മുഖ്യമന്ത്രിയുടെ ഒരു ഏജന്റ് വന്ന് അവിടുത്തെ ദളിതരുടെ മുഴുവൻ സംരക്ഷണാവകാശം ഏറ്റെടുത്തു എന്ന് പറയുന്ന ഒരു വ്യക്തി. അത് ആരാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയാം, ഞാൻ പേര് പറയുന്നില്ല. ഇവരുടെയൊക്കെ ഈ മാതാപിതാക്കളുടെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ച്, വാളയാറിന് ഓഫ് ചെയ്താണ് മൊബൈൽ, പിന്നെ മൊബൈൽ ഓൺ ചെയ്യുന്ന തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം. മുഖ്യമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രിയുടെ കാല് പിടിപ്പിച്ചു അവരപ്പോൾ. അതായത് ഒരു ദളിത് കുടുംബത്തിനെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കൊണ്ട് കാല് പിടിപ്പിച്ചു. ഈ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു നാണവും കൂടാതെയാണ് കാല് പിടിച്ചപ്പോൾ അദ്ദേഹം തടഞ്ഞില്ല. മക്കൾ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ദുഃഖം
അത് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല. പിന്നെ ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അടുത്ത ദിവസം നമ്മുടെ ബാലൻ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം പറയാണ് 6 ലക്ഷം ഞങ്ങൾ കൊടുത്തു. ഇത് 2 കുട്ടികളുടെ വില. 6 ലക്ഷം കൊടുത്തു, ഞങ്ങളോട് നന്ദിയോട് കാണിക്കരുത്. ഞാനിവിടെ ചോദിക്കട്ടെ, എവിടെ പോയി ഈ സംസ്ഥാനത്തെ ബുദ്ധിജീവികളും സാംസ്കാരിക നയങ്ങൾ? ഒരു കോൺഗ്രസ് നേതാവിന്റെ നാക്കിൽ നിന്ന് ഇങ്ങനെ വല്ല നാക്കുവിഴ വന്നാൽ പിന്നെ അവിടെ വെറുതെ ഇരിക്കുമോ എല്ലാ വിദ്വാന്മാരും? ഒരു സത്യം KPCC പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞതിൽ എന്തൊരു ഭൂകമ്പമായിരുന്നു നമ്മുടെ ആരോഗ്യമന്ത്രിയെ കുറിച്ച്. മറ്റേ നിപ്പ രാജകുമാരിയെന്നും കോവിഡ് രാജ്ഞിയെന്നൊക്കെ പറഞ്ഞപ്പോ അതായിരുന്നല്ലേ ശരി. അങ്ങനെ നിപ്പയും കോവിഡും ടീച്ചറെ പേടിച്ച് വന്നില്ല എന്നാണല്ലോ പറയുന്നത്. അത് പറഞ്ഞതിന് ഇവിടെ ഉറഞ്ഞു തുള്ളിയ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും. ഒരു മന്ത്രി, അതും ദളിതരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഒരു മന്ത്രി, ഇതേപോലെയാണ് 6 ലക്ഷം തന്നിട്ട് നന്ദിയോട് കാണിക്കുന്നത്. 2 കുഞ്ഞുങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഞാൻ ഒരു കാര്യം മാത്രം പറയാം, ഇതിന്റെയൊക്കെ ശാപമാണ് ചിലർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കുഞ്ഞുങ്ങൾ മരിച്ച ഒരമ്മയുടെ കൊല്ലപ്പെട്ട 2 കുഞ്ഞുങ്ങളുടെ മാതാവിന്റെ ദുഃഖം കാണാത്തവർക്ക് ഇപ്പൊ മനസ്സിലായല്ലോ മക്കളുടെ ദുഃഖം എന്താണ്. അത് മക്കളെ കൊന്നതിന്റെ ദുഃഖമായി. ഇവിടെ വേറെ ചിലർക്ക് 2 മക്കളുടെ കയ്യിരിപ്പിന്റെ ദുഃഖമാണ് ഇതനുഭവിച്ചത്. മൂത്ത മകന്റെ DNA ടെസ്റ്റ് ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ആനയുടെ DNA ടെസ്റ്റിന് പോലും ഇത്ര സമയം എടുക്കും. ഇന്ന് ഏതാണ്ട് 1.5 കൊല്ലം മറ്റോ കഴിഞ്ഞു DNA ടെസ്റ്റ് കഴിഞ്ഞു. അതൊക്കെ ഒതുക്കേണ്ട പോലെ ഒതുക്കിയാണ് പറയുന്നത്. അതിന് എത്ര ലക്ഷം ചെലവാക്കിയിട്ടുണ്ട്? ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ 6 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. മക്കൾ നഷ്ടപ്പെട്ട ഒരമ്മയ്ക്ക് 6 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞപ്പോ DNA ടെസ്റ്റ് ഒതുക്കാൻ എത്ര കോടി ചെലവഴിച്ചിട്ടുണ്ട് എന്നറിഞ്ഞാൽ പോലെ. രണ്ടാമത്തെ മകൻ പിന്നെ സർവ്വവ്യാപിയാണ്. സിനിമയാണോ എന്ന് ചോദിച്ചാൽ സിനിമയിലും ഉണ്ടായിരുന്നു, രാഷ്ട്രീയത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയത്തിലുണ്ട്, ബിസിനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ ബിസിനസ്സിലും ഉണ്ട്. പക്ഷെ എന്ത് ബിസിനസ്സാണ്? മയക്കുമരുന്നിന്റെ ബിസിനസ്. മയക്കുമരുന്നെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് മയക്കുമരുന്ന് ചേർന്ന മധുര പദാർത്ഥങ്ങൾ വിൽക്കുക. അപ്പൊ കുട്ടിയുടെ ബുദ്ധി മരവിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് വിഷം കൊടുക്കുന്നതിനേക്കാൾ ക്രൂരമാണ് ഒരു കുഞ്ഞിനെ ഇതുപോലെ മയക്കുമരുന്ന് നൽകി ഇഞ്ചിഞ്ചായി കൊല്ലുന്നത്. ഇവിടെ അതൊക്കെയാണ് നടക്കുന്നത് ഈ സംസ്ഥാനം. സത്യം പറഞ്ഞാൽ ഇപ്പോഴ് യോഗി ആദിത്യനാഥ് പറയാണ്, ദളിതരെ ശരിയാക്കുന്നതിൽ പിണറായിയാണ് എന്റെ വഴികാട്ടി. ഞാൻ UP ഉണ്ടായിട്ടിപ്പോ മാസം 1 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് കൊല്ലം 3 കഴിഞ്ഞു. ഇവിടെയാണ് തുടക്കം കുറിച്ചത്. എല്ലാ കാര്യത്തിലും ഞങ്ങൾ പറയാറുണ്ടല്ലോ, പിണറായിയും നരേന്ദ്രമോദിയും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്ന് പറയുന്നത്. ഈ സംഭവത്തിലും അത്രാസിലേക്കുള്ള യാത്ര തുടങ്ങുന്ന വാളയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 2 പേരും തമ്മിൽ എന്താ വ്യത്യാസം? 2 ദളിതരെ കൊല്ലുകയല്ലേ? 2 മാസത്തിനുള്ളിൽ ഒരു കുടുംബത്തിലെ 2 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് ഒരു അന്വേഷണം നടത്താൻ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഇതിന്റെ ശാപം എല്ലാ മക്കൾക്കും കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്താ കാനം രാജേന്ദ്രൻ ഒരുപാട് തിരുത്തൽ ശക്തിയായിരുന്നല്ലോ. ഇന്നലെ പറഞ്ഞത് ഇത് രാഷ്ട്രീയമായിട്ട് നേരിടുന്നത്. കാരണം മൂപ്പരുടെ മകൻ റേഷൻ കടയിൽ കമ്മീഷൻ വാങ്ങിച്ചാണ്. റേഷൻ കട വിറ്റ് കമ്മീഷൻ വാങ്ങിച്ച കാനം രാജേന്ദ്രൻ അറിയാം മക്കളെങ്ങനെ വേർതിരിച്ചാല് അവനൊരു പെട്ടുപോകുന്നറിയാം. അതാണ് പറഞ്ഞത്, 2 മക്കളെ നഷ്ടപ്പെടുത്തിയതിന് ദൈവം ശരിക്ക് കൂലി കൊടുക്കുന്നുണ്ട്. കൂടെ നിൽക്കുന്നവർക്കും കൊടുക്കുന്നുണ്ട്. മുന്നണിയെ നയിക്കുന്നവർക്ക് മാത്രമല്ല, വലിയേട്ടനും കൊടുത്തു. ചെറിയേട്ടന്റെ ഡോസ് കുറവായതുകൊണ്ട് അതിന് റേഷൻ കടയുള്ളൂ. മറ്റേത് മയക്കുമരുന്ന്.
ഇത് റേഷൻ കട എല്ലാം കൂടെ പറയുകയാണ് കേന്ദ്രം രാഷ്ട്രീയ വൈരാഗ്യം കാണിക്കുന്നു. ഞാൻ പറയട്ടെ, കേന്ദ്രം രാഷ്ട്രീയ വൈരാഗ്യം കാണിക്കുന്നു എന്ന് ഞങ്ങളും പറയാറുണ്ട്. അത് പക്ഷെ കേരളത്തിലല്ല. എന്താ കേരളത്തിന്റെ പ്രത്യേകത? കേരളത്തില് മറ്റേത് രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ കാണിച്ചിരുന്നത് അവിടെ കോൺഗ്രസ് ആണ് എതിരാളി BJPയുടെ. അതുകൊണ്ട് കോൺഗ്രസിനെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇത് ബായിയാണ്. ഇവിടെ അവർക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ശിവശങ്കർ എത്ര മണിക്കൂർ, എന്താ 100 മണിക്കൂറാണ് ചോദ്യം ചെയ്ത്. ഇത് എന്ത് ചോദ്യം ചെയ്യാൻ? പൊറോട്ടയും ചിക്കനും തിന്നലായിരുന്നു അവർ ചോദ്യം ചെയ്ത്. അവസാനം നിവർത്തിയില്ലാതെ വന്നു. നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് പോലീസിന് ആക്ഷൻ എടുക്കേണ്ടി വന്നു. ആക്ഷൻ എടുത്തപ്പോൾ കാരണം അനൂപ് മുഹമ്മദ് പറഞ്ഞു, ഞാൻ ഇയാളുടെ ആശ്രിതനല്ല, ഇയാളോ എന്റെ ആശ്രിതനല്ല, ഞാൻ ഇയാളുടെ ആശ്രിതനാണ്. ബിനീഷിനെ പറ്റി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ സ്ഥിരം ഒരു വിദ്വാനുണ്ടല്ലോ, ഒരു ഹാസ്യ കഥാപാത്രമുണ്ട്, നമ്മുടെ LDFന്റെ ലൈസൺ കമ്മിറ്റി കൺവീനർ വിജയ. ഞങ്ങളൊക്കെ പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 സ്ഥലത്ത് ഇയാളെ കൊണ്ട് പ്രസംഗിപ്പിക്കണം. എന്നാൽ ചിലപ്പോൾ പയ്യന്നൂര് വരെ UDF ജയിക്കാനുള്ള സാധ്യത. അദ്ദേഹത്തിന്റെ ഒരു സംഭാവന ഉണ്ടല്ലോ. അദ്ദേഹം വന്നപ്പോൾ നമുക്ക് കുറെ കൂടെ ആലത്തൂരിന് എളുപ്പമായി, 1 ലക്ഷം കൂടി, അല്ലെങ്കിൽ ജയിക്കുമായിരുന്നു. പക്ഷെ 1 ലക്ഷം കവിഞ്ഞു പോയത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഗുണം കൂടി. അദ്ദേഹം പറയാണ്, മക്കൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പിതാക്കന്മാർ ഉത്തരവാദികളാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെയാ സംസ്ഥാനം നിയന്ത്രിക്കാൻ പറ്റും? മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് തിയറിയിൽ പറയുന്നത് എന്താ? ഇവിടെ പാലക്കാടിലെ പ്ലീനം ചേർന്നത്, പ്ലീനത്തിൽ എന്താ പറഞ്ഞത്? നേതാക്കൾക്ക് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കും പാർട്ടി നിയമങ്ങൾ ബാധകമാണ്. അങ്ങനെ പാർട്ടി നിയമങ്ങൾ ബാധകമാണെങ്കിൽ ഈ ബിസിനസ് ഒക്കെ നടത്താനുള്ള കോടിക്കണക്കിന് രൂപ എവിടെ നിന്ന് കിട്ടി ബിനീഷിന്? കോടിയേരി കൊടുത്ത നോമിനേഷനില്, നോമിനേഷൻ കൊടുക്കും പത്രത്തിൽ വരുമല്ലോ, ഒന്നും കാശൊന്നുമില്ല. അങ്ങനെ 3-4 ലക്ഷം ഉണ്ട്. ഭാര്യയുടെ പ്രോപ്പർട്ടി, അദ്ദേഹത്തിന്റെ അമ്മയുടെ പ്രോപ്പർട്ടി ഒക്കെ ഒരു 4-5 ലക്ഷം ഉണ്ട്. പിന്നെ കയ്യിൽ ഒരു 2000 രൂപയുണ്ട്. ഭാര്യയുടെ ഒരു മാലയുണ്ട്. ഇതാണ് കണക്ക് സ്ഥിരം. എല്ലാം അസിസ്റ്റ് നോമിനേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ പോയിക്കോളും, ഇതേ പറയുള്ളൂ. പിന്നെ കുറെ കടമുണ്ട്, മറ്റേ സഹകരണ ബാങ്കിൽ കുറച്ച് കടമുണ്ട്. പിന്നെ കൈരളിയിൽ ഒരു 10 ലക്ഷത്തിന്റെ ഷെയർ ഉണ്ട്. ഇതൊക്കെയാണ് സഹാക്കളുടെ സത്യവാദി മൂലം കൊടുക്കും. അങ്ങനെ കൊടുത്ത പാർട്ടി സെക്രട്ടറിയുടെ മകൻ എങ്ങനെ ഹോട്ടൽ ബിസിനസ് തുടങ്ങാനുള്ള കോടിക്കണക്കിന് രൂപ? ഞാൻ പറയുന്നത്, ഇവിടെ സെക്സും സ്റ്റണ്ടും നിറഞ്ഞൊരു ഭരണമായിട്ട് പിണറായി സർക്കാർ മാറിയിരിക്കും. അതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ്. കേരളത്തിൽ ഇതിന്റെയൊക്കെ ദുരിതം അനുഭവിക്കും. ഇതൊക്കെ ഇതൊന്നും അറിയണ്ട. എനിക്ക് ബാലന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ പിന്നെ ബാലനൊരു മെച്ചമുണ്ട്. നിയമവകുപ്പ് മന്ത്രിയാണ്. ഞാൻ നിയമസഭയുള്ളവർ എനിക്കറിയാം. കക്ഷി കേസ് വാദിച്ചാൽ, സൈക്കിൾ മുട്ടിയ കേസ് വാദിച്ചാൽ ആ പ്രതിയെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കും. അത്ര നല്ല ഗംഭീരമായിട്ടുള്ള വാദം. എനിക്കറിയാം, നാദാപുരത്താണല്ലോ അദ്ദേഹം ജനിച്ച നാദാപുരത്ത്. എന്റെ നിയോജകമണ്ഡലത്തില് ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച ബാലൻ. ആ ബാലനിപ്പോ ലക്ഷങ്ങളുടെ കണക്ക് പറയുമ്പോൾ എന്താ നിസ്സാരമായിട്ട് പറയുന്നത്? 6 ലക്ഷം കൊടുത്തു. എന്നിട്ട് പോരാ ഇവർക്ക്. മന്ത്രിയാ പറയുന്നത്, അതും പട്ടികജാതിക്കാരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഒരു മന്ത്രി. എന്നിട്ട് ഒരു ബുദ്ധിയും സാംസ്കാരിക നായകന്മാർക്ക് ഒരു കുഴപ്പമില്ല. അത് നമുക്കും കുറച്ച് കുഴപ്പം നമ്മുടെ നേതാക്കൾ. ഇവരെയൊന്നും അങ്ങനെ ആരാധിക്കാൻ പോകരുത്. ഈ ബുദ്ധി ഇവര് സാംസ്കാരിക നായകന്മാർക്ക് ഇവർക്കൊന്നും ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവർക്കൊക്കെ അത്യാവശ്യം കവിത എഴുതാനും, വെയിൽ വരുമ്പോൾ സൂര്യനെ നോക്കി 2 കവിത എഴുതാനും അല്ലാതെ ജനങ്ങളുടെ വല്ല പ്രയാസം കൊടുക്കാറില്ല. നമ്മളെ പിന്നെ എന്തും പറയാലോ, ലൈസൻസ് ഇല്ല, എന്തും പറയാം. മറ്റേ പേടിയുണ്ട്, പിണറായിയാണ്. എനിക്ക് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ ഇപ്പോഴല്ല അച്യുതാനന്ദന്റെ കാലത്ത് നമ്മുടെ VR കൃഷ്ണയ്യർ, അദ്ദേഹം പറഞ്ഞ ഇടതുപക്ഷക്കാരനായി. കൃഷ്ണയ്യർ അന്നത്തെ ഇടത് സർക്കാരിനെതിരെ വിമർശനം പറഞ്ഞപ്പോൾ അന്നൊരു CPM-ന്റെ നേതാവ് പറഞ്ഞല്ലോ, കൃഷ്ണയ്യരല്ല അവന്റെ അച്ഛൻ രാമയ്യൻ വന്നാലും
ഞങ്ങളുടെ വെക്കട്ടേക്ക് വരണ്ട. ഇതൊക്കെയാണ് ഈ ഇടതുപക്ഷ ഭരണത്തിന്റെ ദുരന്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ തർക്കിച്ചു പറയാം. ഇതിൽ കുറ്റം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ അവരൊക്കെ ഇപ്പൊ പിണറായി എന്നും ആ കസാലിൽ ഇരിക്കുന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. 6 മാസം കൂടിയുള്ളൂ. 6 മാസത്തിൽ അടുത്ത ആഴ്ച പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിന്നെ ഏതാണ്ട് ഡിസംബർ 31 തീയതി പെരുമാറ്റ ചട്ടം. അത് കഴിഞ്ഞാൽ പിന്നെ ജനുവരി ഫെബ്രുവരിയും കഴിഞ്ഞാൽ മാർച്ചിൽ സംസ്ഥാന ഇലക്ഷൻ പ്രഖ്യാപനം വരിക. 2 മാസമേ ഉള്ളൂ ഈ വിദ്വാൻ അവിടെ ഇരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ സ്വപ്നം കൊണ്ടുപോകാൻ ഇറങ്ങുക. അപ്പൊ അങ്ങനെ ഏത് സമയത്തും രാജിവെക്കാവുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വാചകം കേട്ട് പാവപ്പെട്ട കുട്ടികളെ കൊല്ലുന്ന കശ്മലന്മാരെ സംരക്ഷിച്ചാൽ 6 മാസം കഴിഞ്ഞ് ഇവിടെ ആണുങ്ങൾ അധികാരത്തിൽ വരുമ്പോ നിങ്ങളെ കൊണ്ടൊക്കെ കണക്ക് പറയിപ്പിക്കും എന്ന് സൂചിപ്പിക്കാൻ ഈ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഈ സമരം ഏറ്റെടുത്തു ശ്രീ അഭിജിത്ത്. ഇപ്പൊ ഇത് മാത്രമല്ല, നേരത്തെ ഒരുപാട് സമരങ്ങൾക്ക് KSC നേതൃത്വം നൽകിയിട്ടുണ്ട്. എനിക്ക് KSCന്റെ കുട്ടികളോട് പറയാനുള്ളത്, ഈ അധർമ്മത്തിനെതിരെ ശക്തമായി നിങ്ങൾ പോരാടണം. നിങ്ങളുടെ 2 സഹോദരിമാർക്കാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ എന്തിനേയും നേരിട്ടുകൊണ്ട് ശക്തമായി സമരം നയിക്കാൻ KSC തന്നെ മുൻകൈ എടുക്കണം എന്ന് കൂടെ ഞാൻ സൂചിപ്പിക്കുക. ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പം തന്നെയുണ്ടാവും, ഒരു സംശയം. എന്ന് പറയുമ്പോൾ എനിക്ക് നിയോജകമന്ത്രി തന്നെ ചില പരിപാടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് അഭിജിത്ത് എന്നോട് പറയുന്നത് എന്തായാലും വരും. കഴിഞ്ഞ ദിവസം ആ കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ചിരുന്നു. അതെന്നെ എറണാകുളത്ത് സത്യാഗ്രഹം ഇരിക്കാൻ പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് പാർലമെന്റിൽ പങ്കെടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് വരാൻ കഴിയാഞ്ഞത്. ഏതായാലും ഈ സമരം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുഞ്ഞുങ്ങളെ കൊന്ന് കെട്ടിത്തൂക്കിയ, ഞാൻ അതേ വാര്യം പറയുന്നു, കൊന്ന് കെട്ടിത്തൂക്കിയ കാശ്മീരന്മാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ വിശ്രമമില്ലാതെ നമ്മൾ സമരം ചെയ്യും. ഈ സമരം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 24 മണിക്കൂർ നേരത്തേക്കുന്ന ഉപവാസം തുടങ്ങിയ ദിവസം നിങ്ങൾക്കറിയാം, നമ്മുടെ രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വം വരിച്ച ദിവസം. 36 കൊല്ലാവുകയാണ്. ഇന്ദിരാജിയെ കുറിച്ച് പറയുമ്പോൾ ഈ സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറയാം. 77 തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയത് ബെൽച്ചിയിലെ പാവപ്പെട്ട ദളിത് കുടുംബത്തിലെ ആളുകളെ അന്നത്തെ ബീഹാറിലെ അന്നത്തെ RSS ഉൾപ്പെട്ട സർക്കാർ, ആ സർക്കാരിന്റെ അനുഗ്രഹത്തോടുകൂടെ ബെൽച്ചിയിലെ പാവപ്പെട്ട ദളിതരെ പീഡിപ്പിച്ചപ്പോ, പല വീടുകളും തീ വെച്ച് നശിപ്പിച്ചപ്പോ, അതിൽ പല ദളിത് കുടുംബങ്ങളും കത്തിയമർന്നപ്പോ ആ പ്രദേശത്ത് കാൽനടയായി ആനപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് ബെൽച്ചിയിലെത്തി അവിടുത്തെ ദളിതരുടെ കണ്ണീരൊപ്പിയത് ശ്രീമതി ഇന്ദിരാഗാന്ധി. അന്ന് ആ ദളിത് കുടുംബങ്ങൾ പറഞ്ഞു, ഞങ്ങളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അങ്ങേക്കെതിരായിട്ട് വോട്ട് ചെയ്തവരാണ്. പക്ഷെ ഞങ്ങൾ തെറ്റ് തിരിച്ചറിയുന്നു, ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്യും. അമ്മയെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവരെ ഞങ്ങൾക്ക് വിശ്രമമില്ല എന്ന് സൂചിപ്പിക്കും. ആ ദളിത് കുടുംബങ്ങളുടെ കണ്ണീര്, ആ കണ്ണീരൊപ്പാൻ ചെന്ന് ഇന്ദിരാഗാന്ധിയെ അവർ അനുഗ്രഹിച്ചു. അങ്ങനെയാണ് 80-ൽ ശ്രീമതി ഇന്ദിരാഗാന്ധി അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത്. പക്ഷേ ഏതാണ്ട് 4 വർഷം കഴിയുമ്പോഴാണ് 1984 ഒക്ടോബർ മാസം 31 തീയതി രാജ്യത്തിന് വേണ്ടി ഇന്ദിരാജി രക്തസാക്ഷിത്വം വഹിച്ചു. ശരി, കാര്യം പറയാതിരിക്കാൻ നോക്കിയില്ല, ദുഃഖത്തോടെ പറയുകയാണ്. ഇന്ദിരാജി രക്തസാക്ഷിത്വം വരിച്ചതിന് ശേഷം ഇന്ത്യയിൽ പിന്നീട് വന്ന എല്ലാ പ്രധാനമന്ത്രിമാരും ഒക്ടോബർ 31 തീയതി അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് നിന്ന് പുഷ്പാർച്ചന നടത്താറുണ്ട്. RSSകാരനായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പോലും, അവര് പറഞ്ഞത്, വാജ്പേയിക്ക് അസുഖം വന്നപ്പോൾ വിദേശത്തേക്ക് ചികിത്സയ്ക്ക് അയച്ച ആ സഹായം വാജ്പേയി എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കഴിഞ്ഞ 7 കൊല്ലക്കാലം ഈ രാജ്യത്തെ പ്രധാനമന്ത്രി അതിന്റെ പരിസരത്ത് പോലും പോയിട്ടില്ല.
രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. രാഷ്ട്രീയത്തിന്റെ പേരിൽ തന്നെയാണ് ഇലക്ഷൻ നടക്കുന്നതൊക്കെ. പക്ഷേ ഒരു മുൻ പ്രധാനമന്ത്രി രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്. ആ ശവകുടീരത്തിൽ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്തൊരു പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയുടെ രാജ്യത്താണ് ഇതുപോലെ ദളിതരെ കൊല്ലുന്ന സംഭവങ്ങൾ നടന്നത്. അത് UP മുതൽ വാളയാർ വരെ നീണ്ടു. അപ്പൊ ഇതിനൊരു തിരിച്ചടി ഉണ്ടാകും. ജനങ്ങൾ രണ്ടുപേർക്കും ശക്തമായിട്ട് ശിക്ഷ കൊടുക്കുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇന്ദിരാജിയുടെ ഭാവന സ്മരണയ്ക്ക് മുമ്പ് ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം തന്നെ ദളിതരെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നു AIC പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ധർമ്മസമരം വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്. അടുത്തത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ഏറെ പ്രിയങ്കനായ CP മുഹമ്മദ് XML. അധ്യക്ഷൻ ജയഘോഷ്, ഈ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ വൈസ് പ്രസിഡന്റും മുൻ പ്രസിഡന്റും MP-യുമായ പ്രിയപ്പെട്ട നേതാവ് K. മുരളീധരൻ അവരുടെ, KPCCയുടെ സെക്രട്ടറിമാരായ ശ്രീ ബാലഗോപാലൻ, ശ്രീ രാജേഷ്, ശ്രീ ചന്ദ്രേട്ടൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാർ, യുഗപ്രഭാവയായ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത് നടത്തുന്ന ഈ ഉപവാസത്തിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് ശ്രീ K. മുരളീധരൻ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ദീർഘമായൊരു പ്രസംഗത്തിന്റെ ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ദാരുണമായ ഇത്തരത്തിലുള്ള ഒരു അനീതിക്കെതിരെ അതിന്റെ തുടക്കത്തിൽ തന്നെ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ശ്രീ അഭിജിത്ത്. വാളയാറിൽ നിന്ന് അദ്ദേഹം ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളോടൊപ്പം പാലക്കാട് വരെ നടത്തിയ മാർച്ച് ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ആ മാർച്ച് കൂടാതെ കേരള വിദ്യാർത്ഥി യൂണിയൻ കേരളത്തിൽ അഭിജിത്ത് പ്രസിഡന്റായതിനു ശേഷം ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ വിധിനിർണായകമായ ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണഭൂതമായ ഒരു സംഘടനയാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ. കുബേരകുമാരന്മാരുടെ ഞായറാഴ്ച സംഘടനയാണെന്നും ഞായറാഴ്ച വക്കീലന്മാരുടെ സംഘടനയാണെന്നും കോൺഗ്രസിനെ ആക്ഷേപിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കേരളത്തിൽ ജീവശുദ്ധമാക്കിയത് ശ്രീ AK ആന്റണിയും വയലാർ രവിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള പൂർവ്വസൂരികളായ KSU നേതാക്കന്മാരായിരുന്നു. ഇടക്കാലത്ത് KSUവിന്റെ പ്രവർത്തനത്തിന് മങ്ങലേറ്റുവെങ്കിലും ആ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അഭിജിത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാളയാറിലെ സംഭവം ഏറ്റവും അധികം പ്രതികരിക്കേണ്ടതും KSU തന്നെയാണ്. കാരണം 2 പിഞ്ചു വിദ്യാർത്ഥികളാണ് ഇവിടെ ദാരുണമായി കൊല്ലപ്പെട്ടത്. കേരളത്തിലെ പോലീസ് സമർത്ഥമായ പോലീസ് സേനയാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള പോലീസ് സേനയാണ്. സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസിനെ പോലും വെല്ലുന്ന വിധത്തിൽ കുറ്റാന്വേഷണങ്ങൾ നടത്തി തെളിയിക്കുവാൻ, പല കേസുകൾക്കും തെളിയിക്കുവാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. പോലീസിന് കഴിവില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ പോലീസ് ഒരു കേസ് അട്ടിമറിക്കണമെന്ന് തീരുമാനിച്ചാൽ അവർക്ക് നിഷ്പ്രയാസം കഴിയും.
പോലീസ് സേനയിലുള്ള വ്യക്തികളുടെ കുറ്റമല്ല. അമ്പലപ്പുഴ പാൽപ്പായസം വളരെ നല്ലതാണ്, പക്ഷെ അത് കോളാമ്പിയിൽ വിളമ്പുമ്പോൾ ആരും കഴിക്കാറ് പതിവില്ല. പോലീസ് സേന നല്ലതായാലും അത് പിണറായിയെ പോലെ മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തിയുള്ള ഒരു മനുഷ്യന്റെ അധാർമികമായ കയ്യിലൂടെ കടന്നു വരുമ്പോൾ ആ പോലീസിനെ കൊണ്ട് ഒരു ഗുണവുമില്ല. പോലീസ് രാമായണം എഴുതിയ EV കൃഷ്ണപിള്ളയുടെ നാടാണ് കേരളം. EV കൃഷ്ണപിള്ളയുടെ ഒരു കഥയുണ്ട്. ഒരു വീട്ടിലെ പട്ടി മറ്റൊരു വീട്ടിലെ ഒരു മനുഷ്യനെ കടിച്ചപ്പോൾ കടിയേറ്റ ആള് പോലീസിൽ പോയി പരാതി കൊടുത്ത് കൂടെ പണവും കൊടുത്തപ്പോൾ അവിടെ മത്സരം എഴുതിയിരുന്ന നാരായണപിള്ള എന്ന് പറയുന്ന കോൺസ്റ്റബിള് മത്സരം എഴുതി കരടിയെപ്പോലെ രോമമുള്ളതും പുലിയെപ്പോലെ ദ്രംഷ്ടങ്ങളുള്ളതും സിംഹത്തെ പോലെ സടവുള്ളതുമായ പ്രതിയുടെ പട്ടി അന്യായക്കാരനെ ക്രൂരമായ വിധത്തിൽ കടിച്ച് പരിക്കേൽപ്പിച്ചു. പട്ടിയുടെ ഉടമസ്ഥാൻ കടിയേറ്റ ആൾ കൊടുത്തതിന്റെ ഇരട്ടി പൈസ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ ഹെഡ് കോൺസ്റ്റബിൾ തന്നെ ഈ ഉഗ്രൻ മാസ്റ്ററിന്റെ താഴെ എഴുതി വെച്ചു, ഇത്രയും ഭീകര രൂപിയാണ് പട്ടിയെങ്കിലും പട്ടിയുടെ വായയിൽ പല്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് പ്രസ്താവ്യമാണ്. അപ്പൊ പട്ടിയുടെ വായിൽ പല്ലില്ലെങ്കിൽ പിന്നെ പട്ടി എങ്ങനെ കടിക്കുക? അതാണ് പോലീസ്. പോലീസ് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചുമക്കുവാനും ഏത് കേസിനെ അട്ടിമറിക്കുവാനും സമർത്ഥന്മാരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പോലീസും ഭരണകൂടവും ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ പാവങ്ങൾ, സ്ത്രീപീഡനം ഒരു വലിയ കുറ്റമാണ് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചു. സ്ത്രീപീഡനത്തിനെതിരായി നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. സ്ത്രീപീഡനത്തിൽ സ്ത്രീകൾ കൊടുക്കുന്ന മൊഴി മതി, സാക്ഷി പോലും വേണ്ട എന്നുള്ളതാണ് നിയമത്തിന്റെ ഏറ്റവും വലിയ മെച്ചം. ആ പീഡനം ഒരു പട്ടികജാതി പെൺകുട്ടിക്കാവുമ്പോൾ അതിന്റെ ഗൗരവം എത്രയോ വലുതാണ്. 2 പെൺകുട്ടികളെ മാരകമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തിട്ട് പട്ടികജാതിക്കാരനായ ഒരു പാലക്കാട്ടുകാരൻ മന്ത്രിയായി ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി നിയമസഭയിലെത്തി തന്റെ അധികാരക്കൊടി കൊണ്ട് മാത്രം ഒരു വർഷം കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ പൊതുമുതൽ കൊള്ളയടിക്കുന്ന ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ കൂടിയായി ഇരിക്കുന്ന VS അച്യുതാനന്ദനുമുള്ള ഒരു നാട്ടിൽ ഒരു പട്ടികജാതി പെൺകുട്ടി മരിച്ചിട്ട് ഒരു കുട്ടിക്ക് 3 ലക്ഷം രൂപയാണ് കൊടുത്തത്. അത് വലിയ വീരവാദം മുഴക്കുന്ന ഒരു മന്ത്രിയെ വിമർശിക്കുകയല്ല വേണ്ടത്, എന്താണ് വേണ്ടത് എന്ന് ഞാനിപ്പോൾ ഇവിടെ പ്രതിപാദിക്കുന്നില്ല. AK ബാലൻ സാംസ്കാരിക മന്ത്രി കൂടിയാണ്, പക്ഷെ അദ്ദേഹം കേരളത്തിലെ ശവസംസ്കാരത്തിന്റെ മന്ത്രി